ശരി, കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് അഡ്വക്കേറ്റ് വി ആർ അനൂപ്. അനൂപ്, ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പറയാനുള്ള ഒരു ന്യായം, ഞങ്ങൾ സ്പോൺസർമാരെ വിശ്വസിച്ചു, അവർ പറഞ്ഞ ഉറപ്പനുസരിച്ചാണ് മെസ്സി വരുമെന്ന പ്രഖ്യാപനം നടത്തിയതെന്നാണ്. ഇപ്പോഴും ആ സ്പോൺസർമാർ പറയുന്നത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ്. അവർക്ക് സ്വന്തമായ ടെലിവിഷൻ ചാനലുണ്ട്, ആ ചാനലിലൂടെ അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മെസ്സി വരും, ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ്. ഈ സ്പോൺസർമാരെ വിശ്വസിച്ചുകൊണ്ടാണ് വീണ്ടും കായിക മന്ത്രി പറഞ്ഞിരിക്കുന്നത് ചെറിയ സാങ്കേതിക തടസ്സങ്ങളാണ്. ഇപ്പോൾ RBIയുടെ ചില ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ടായി, അടുത്ത ആഴ്ചയോട് ഇപ്പോഴത് മാറിക്കിട്ടിയിട്ടുണ്ട്, അടുത്ത ആഴ്ചയോടുകൂടി ഈ തുക മുഴുവൻ കൈമാറി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കമൻറ്റേറ്റർ ഒക്കെ പറഞ്ഞത്, എബിനൊക്കെ പറഞ്ഞത്, ഇവരൊരു പ്രൊഫഷണൽ ടീമാണ്, ഇതൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ, ആ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന പരാതി അവർക്കുണ്ട്, അവർ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും ഇവിടെ സ്പോൺസർമാർ പറയുന്നത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് സ്പോൺസർമാരെ വിശ്വസിച്ചുകൊണ്ട് മെസ്സിയുടെ വരവ് ഉറപ്പാക്കാൻ കഴിയും എന്നാണ്. ഇന്നലെ പി അബ്ദുറഹ്മാൻ ഇന്നലെയും പറഞ്ഞത് ഇത് തന്നെയാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട്? കേരളത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ മന്ത്രി ആവർത്തിച്ച് പറയുന്നത് എന്താ? സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നു. അദ്ദേഹത്തിന് അർജൻറ്റീന ടീം വരുമെന്ന് ആധികാരികമായി പറയാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏക പിടിവള്ളി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ ഈ സ്പോൺസർമാർ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഈ സ്പോൺസർമാർക്കുള്ളത് എന്നുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുകയല്ലേ? എന്താണ് ഇവരുടെ പശ്ചാത്തലം? ഒരു കോൺട്രാക്റ്റിൽ രണ്ട് കക്ഷികൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ കപ്പാസിറ്റി പ്രധാനമാണ്, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയും പ്രധാനമാണ്. എന്താണ് ഇവരുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്? ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, ഒരു മുട്ടിൽ മരമുറി കേസ് പോലെ ഇങ്ങനെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, മാംഗോ ഫോൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവതരിപ്പിച്ച് മാംഗോ ഫോൺ അത് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് മെസ്സിയെ കൊണ്ടുവരാൻ കഴിയുന്നത്? അർജൻറ്റീന ടീമിനെ വരിക എന്ന് പറയുമ്പോൾ ഇവിടെ അർജൻറ്റീനയ്ക്ക് ഒരുപാട് ആരാധകരുള്ള സ്ഥലമാണ്, മെസ്സിയെ മെസ്സിഹായി കരുതുന്ന ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത്തരം ആളുകളുടെ ആരാധന, അതിനോടുള്ള താല്പര്യം മുതലെടുത്തുകൊണ്ട് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ളൊരു അവസരം സർക്കാർ ഒരുക്കുകയാണ്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. കേരളം എന്നൊരു ബ്രാൻഡിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ പോലും സർക്കാർ പറയുന്നു, സ്പോർട്സ് കൗൺസിൽ പറയുന്നു, ഞങ്ങൾക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല, ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ല. ഏക കാര്യം ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് എന്താ? സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നു. വിശ്വാസത്തിലെടുക്കുന്ന സ്പോൺസർമാർക്കാകട്ടെ ഇല്ലാത്തത് വിശ്വാസ്യതയാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ആദ്യം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ചില ആളുകൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു, അതിൻ്റെ ആദ്യത്തെ സ്പോൺസർ അങ്ങനെ ഒഴിവാകുന്നു, പിന്നെ വരുന്ന ആളുകൾ അതിലും വലിയ തട്ടിപ്പുകാരാ. ഇവിടെ ഇത് കേവലം ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ പ്രശ്നമല്ല, സർക്കാർ തന്നെ നേരിട്ട് ഒരു തട്ടിപ്പിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇത്തരം ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ നാളുകളിൽ കേരളത്തിന് ഇത്തരം സംരംഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള വിശ്വാസ്യതയെ അത് ബാധിക്കും. അപ്പോൾ ഇതൊരു വിശ്വാസ്യത നഷ്ടത്തിൻ്റെ പ്രശ്നമാണ്, തട്ടിപ്പിന് കളമൊരുങ്ങുന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിനകത്ത് ഇടപെട്ട ആളുകളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. സർക്കാർ എന്തിനു വേണ്ടിയാണ് ഇത്തരം തട്ടിപ്പ് സംഘത്തിൻ്റെ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള വളരെ കൃത്യമായ ചോദ്യമാണ് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനുള്ളത്. അല്ല അനൂപ്, ഇതിനകത്ത് ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതായത് ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പോലെയുള്ള ക്രെഡിബിളായ ഒരു സംവിധാനവുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിൽ ഈ സ്പോൺസർ ഉറപ്പ് നൽകുന്നു, ഇത്ര തുക ഇത്ര സമയത്തിനകത്ത് നൽകാം, കരാർ പ്രകാരം 3 മാച്ചുകൾ ഇവിടെ കളിക്കാനെത്താം. ഈ കരാറിനെ വിശ്വസിക്കുകയല്ലേ സാധാരണ നിലയിൽ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുക? അതല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ളൊരു ഇടപെടൽ വേണമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്? ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ്റെ ഒരു വിഭാഗം ആദ്യം ഇതിന് തയ്യാറെടുത്തു, അവർക്ക് ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അവർ ആ കരാറിൽ നിന്ന് പിന്മാറി, പുതിയൊരു സ്പോൺസർ വരുന്നു, ഒരു കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്, കായിക വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഒരു മിനിമം പരിപാടി അതിന് വിശ്വസിക്കുക എന്നതല്ലേ? ഇനി അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സ്പോൺസർമാരെ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ സർക്കാരിന് മുന്നിൽ
സ്വാഭാവികമായി ഒരു സർക്കാർ ചെയ്യേണ്ട, ഒരു സർക്കാർ പരിഗണിക്കേണ്ട, സർക്കാർ കണക്കിലെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഒന്ന് കപ്പാസിറ്റിയാണ്. ഇത്തരമൊരു വലിയ ഇവൻ്റ്, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണലായ ഒന്ന് സംഘടിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്നുള്ളതാണ്. രണ്ട്, ക്രെഡിബിലിറ്റി. ഇത് രണ്ടുമില്ലാത്ത ഒരു സ്ഥാപനത്തെ ഇതങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മുമ്പ് അവർക്ക് പരിചയമില്ല, കപ്പാസിറ്റി ഇല്ല, മുമ്പ് അവർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ അവരെ സംബന്ധിച്ച് ക്രെഡിബിലിറ്റി ഇല്ല. അപ്പോൾ ഇതിങ്ങനെ സർക്കാരിൻ്റെ തന്നെ പരാജയമല്ലേ? ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ സർക്കാർ സ്വാഭാവികമായി ചെയ്യേണ്ട ഹോംവർക്കില്ലേ? ഇപ്പോൾ സർക്കാർ ഒരു കരാർ ക്ഷണിക്കുമ്പോൾ പോലും നമുക്കറിയാം ആ ഫീൽഡിനകത്ത് അവരുടെ ഏതൊരു കമ്പനിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്തി വിജയിച്ച ആളുകളെയാണ് പരിഗണിക്കുക, അവരുടെ ഫിനാൻഷ്യൽ ആയ കപ്പാസിറ്റി. ഇന്ന് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ തലവൻ പറഞ്ഞത് എന്താ? ഈ വലിയ പൈസ കൊടുത്ത് ഈയുടെ വായിൽ ചെന്ന് ചാടാൻ, ഓഫീസിൽ പോകാൻ ഞാൻ തയ്യാറില്ല എന്നാ. അപ്പോൾ ഇഡിക്ക് പോലും തൃപ്തികരമായ വിധത്തിലുള്ള ശരിയായ പണം കയ്യിലില്ലാത്ത, അതൊരു ക്രിമിനൽ മൂലധനം മാത്രം കൈവശമുള്ള ഒരാളെയാണോ ഇത് ഏൽപ്പിക്കേണ്ടത്? അദ്ദേഹം തന്നെ ഇത് പരസ്യമായി അഡ്മിറ്റ് ചെയ്തതല്ലേ. ഞാൻ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ആ പൈസ ഇവർ പറയുന്ന പൈസ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വരുമെന്നാണ് പറയുന്നത്. വരാത്ത, കൃത്യമായി പണമുള്ള, എത്രയോ സംരംഭകരുള്ള, എത്രയോ ശതകോടീശ്വരന്മാരുള്ള ഒരു സംസ്ഥാനത്ത് ഇവരെ ഏൽപ്പിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്.